ഞാനിപ്പോൾ ഒരു ജ്യൂസ് തയ്യാറാക്കാൻ പോവാണ്. അതിന് വേണ്ടി എടുത്തിരിക്കുന്ന വരിക്കച്ചക്ക, പൈനാപ്പിള്, മുന്തിരിങ്ങ, പച്ചമുന്തിരിങ്ങ, അല്ലെങ്കിൽ കറുത്ത മുന്തിരിങ്ങ ആയാലും ഇതുപോലെ അരിയില്ലാത്ത എടുക്കുന്ന നല്ലതാണ്. ഇല്ലെങ്കിൽ അരി കളഞ്ഞിട്ട് വെക്കണം. അത് പിന്നെ ഈന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്, 5-6 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബിസ്ക്കറ്റ്, ഒരു 2-3 മതി, പൊടിച്ച് വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിസ്ത, ബദാം, ഇത് നമുക്ക് കയ്യിലുള്ളതൊക്കെ എടുക്കാം. ഇതെല്ലാം പൊടിച്ച് വെച്ചു. ഇനി ഇതെല്ലാം ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനി ഓരോന്നായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇടാം. ഈ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടിച്ചോണ്ട് വരാം. ഇപ്പോൾ ബിസ്ക്കറ്റ് എല്ലാത്തിലും വാരി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ഇതെല്ലാം കൂടെ കൂടി യോജിപ്പിക്കാം. ഈ അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയും എല്ലാം കൂടെ ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതിൻ്റെ പുറത്ത് വാരി ഇട്ട് കൊടുക്കാം. ഇപ്പോഴും നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. നമ്മൾ ആദ്യമേ കുടിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ചവച്ച് ഒക്കെ ജ്യൂസുമായിട്ട് കുടിക്കുമ്പോൾ ഞാൻ ഇത് പഞ്ചസാര ഇട്ടിട്ടില്ല. ഇതിനകത്ത് മധുരമുള്ള സാധനങ്ങളാണ് എല്ലാം. ഈന്തപ്പഴവും ചക്കയും പൈനാപ്പിളും മുന്തിരി എല്ലാം. അപ്പോൾ നമുക്ക് വേറെ പഞ്ചസാരയുടെ ആവശ്യമില്ല. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം.